മാസത്തിൽ 2000 രൂപ 25 ആളുകൾ 50,000 രൂപ ആദ്യ ഗഡു കുറി നടത്തുന്ന ആൾക്കാണ്. എല്ലാവരും 26 മാസം പൈസ അടക്കണം എന്ന വ്യവസ്ഥയിൽ കുറി നടത്തുന്നു. ഇതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ടാണ് ലഭിച്ച ചോദ്യങ്ങളിൽ മറ്റൊന്ന്. കുറി പല രൂപത്തിലുണ്ട്. ഒന്ന് പൂർണ്ണമായും നിഷിദ്ധമായ കുറി, വിളിക്കുറി എന്നൊക്കെ പറയുന്ന അത് തീർത്തും നിഷിദ്ധമാണ്. രണ്ടാമത്തെ ഒരു കുറി എന്ന് പറയുമ്പോൾ അതിൽ നിഷിദ്ധം കടന്നു വരാനുള്ള സാധ്യതയുള്ളതാണ്. ഈ പറഞ്ഞ പോലെ 2000 രൂപ വെച്ച് 25 ആളുകൾ ഇത്ര മാസം നടത്തുന്ന കുറി, അതിൽ കുറി നടത്തുന്ന ആൾ മൂപ്പോഹരി എന്ന് പറഞ്ഞ് ആദ്യത്തെ എല്ലാവരുടെയും 2000 അയാൾ എടുക്കുന്നു. 25 പേരുടേതാണെങ്കിൽ 50,000 രൂപ അയാൾ എടുക്കുന്നു. അത് അവരുടെ സമ്മതത്തോടു കൂടിയും സമ്മതമില്ല, ഏതായിരുന്നാലും അങ്ങനെ ഒരു ആദ്യത്തെ കുറി അത് മൂപ്പോഹരി നടത്തുന്ന ആളിനാണ് എന്ന ഒരു ധാരണയിൽ അതും 26 മാസം പണം അടക്കണമെന്ന് കൂടി ചോദ്യകർത്താവ്. അതെ, 25 മാസം ആകുമ്പോൾ 50,000 അവർക്ക് കിട്ടണമെങ്കിൽ 26 മാസം ഒരു മാസം അധികം അടക്കണം. ആ ഒരു മാസമുള്ളത് ആരാണോ നടത്തുന്നത് അയാൾക്ക് ഉള്ളതാണ് എന്നാണ്. അതും ഹറാമാണ്. കാരണം കൊടുത്തതിനേക്കാൾ കൂടുതൽ വാങ്ങുകയാണ് ചെയ്തത്, നിഷിദ്ധമാണ്. എന്നാൽ പിന്നീട് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അതിൽ ഒരാളെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. സ്വാഭാവികമായും ക്യാഷ് കളക്ട് ചെയ്യുവാൻ, അത് പക്ഷേ ഫോൺ വിളിക്കുവാൻ, ഒരു പക്ഷേ അവരുടെ അടുത്ത് പോകുവാനുള്ള വാഹനത്തിൻ്റെ ചിലവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിലവ് ഉണ്ടായിരിക്കും അതിന്. അത് ആരാണോ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അവർക്ക് ഈ ക്യാഷിൽ നിന്ന് കൊടുക്കണം എന്നൊരു തീരുമാനം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അനുവദനീയമായി തീരും. അതോടൊപ്പം കുറിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്, ഈ കുറി വെക്കുക എന്ന് പറഞ്ഞാൽ ജംഇയ്യത്തുൽ മുവല്ലഫീൻ എന്നാണ് അറബി പറയുക. കുറി വെക്കുക എന്ന് പറഞ്ഞാൽ അത് കുറി വെക്കുന്ന ആളുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു സഹകരണത്തോടുകൂടി എല്ലാവരും നടത്തുന്ന ഒരു പ്രോഗ്രാം, ഒരു പരിപാടിയാണ്. അതിൽ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ 25 ആളിൽ ഒരാൾ കാശ് കൊടുക്കാതെ മുങ്ങിയാൽ ആരാണ് അത് കൊടുക്കേണ്ടത്? അതിൻ്റെ നഷ്ടം എല്ലാവരുമാണ് വഹിക്കേണ്ടത്. അതല്ലാതെ അവനാണ് കുറി നടത്തുന്നത് എന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ല. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൃത്യമായ സമയത്ത് കൊടുത്തു ഒന്നും വാങ്ങിയില്ല, അത്തരത്തിൽ അബദ്ധങ്ങൾ അവൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ആ ഒരു അബദ്ധത്തിൻ്റെ തിക്തഫലം അവന് അനുഭവിക്കേണ്ടി വരും എന്നല്ലാതെ ഈ കുറിയിൽ നിന്നും ക്യാഷ് കൊടുക്കാത്ത ആളുകളുടെ ഒക്കെ ഉത്തരവാദിത്വം കുറി നടത്തുന്ന ആളിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ല. കാരണം അവനല്ല, എല്ലാവർക്കും വേണ്ടി അവൻ നിലകൊള്ളുന്നു എന്ന് മാത്രമാണുള്ളത്. അവിടെ സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. ഒരിക്കലും അവന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കുറി അവൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു അനുവദനീയമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ സംസാരത്തിനിടയിൽ ലേലക്കുറിയെക്കുറിച്ച്, വിളിക്കുറിയെക്കുറിച്ച്, ഈ വിളിക്കുറിയിൽ സാധാരണഗതിയിൽ അവസാനം ലഭിക്കുന്ന ആൾക്ക് അദ്ദേഹം അടച്ച പണത്തേക്കാൾ കൂടുതൽ കിട്ടുന്നു അതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു. അത് 2 രൂപത്തിൽ. ഒന്ന്, അവസാനത്തെ ആൾക്ക് എത്രയാണോ പണം നികത്തിയത് അതിനേക്കാൾ കൂടുതൽ ലഭിക്കുകയും, ആദ്യകാലത്ത് വിളിച്ച ആളുകൾ ഇപ്പോൾ 10,000 രൂപയുടെ കുറിയാണ് എങ്കിൽ ഒരാൾ പറയും ഈ ആഴ്ച ഞാനത് 8,000-ന് വിളിച്ചോളാം, അയാൾക്ക് കിട്ടുന്നത് 8,000 എന്ന് പറഞ്ഞാൽ 2,000 രൂപ അയാൾക്ക് നഷ്ടമാണ്. അപ്പോൾ ബാക്കി വരുന്ന ആ സംഖ്യ ആണ് എന്ന് പറഞ്ഞാൽ അതിൽ ആ കിട്ടുന്ന സംഖ്യ അവസാനം വരുന്ന ആളുകൾക്കുള്ളതാണ്. അപ്പോൾ ലാഭവും അല്ലെങ്കിൽ നഷ്ടക്കച്ചവടവും ലാഭക്കച്ചവടവും അവിടെയുണ്ട്. അതൊരിക്കലും കുറിയിൽ ഉണ്ടാകാൻ പാടില്ല.